Lord. Hallelujah. Hallelujah. ഞാൻ യാക്കോബയിലെ അച്ഛനാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് കണ്ടപ്പോഴേ പെട്ടെന്ന് ഇതിലൊന്ന് പോയി അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ രാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മധ്യസ്ഥ പ്രാർത്ഥന, ഇന്റർസെഷൻ പ്രയർ. യഹോവയായ കർത്താവാണ് ആദ്യം മനുഷ്യനോട് ഈ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണം എന്ന് പറഞ്ഞത്. വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യം എഴുതിയ പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. ഉൽപ്പത്തി മുതലായ 5 പുസ്തകങ്ങൾ മോശ എഴുതുമ്പോൾ ആദ്യം മുതലുള്ളതായ കാര്യങ്ങളുണ്ടെങ്കിലും ആദ്യം എഴുതപ്പെട്ട പുസ്തകം യോബിൻ്റെതാണ്. കാരണം മോശ ജീവിക്കുന്നതിന് 100 കൊല്ലം മുമ്പാണ് യോബ് ജീവിച്ചിരുന്നത്. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് യോബിൻ്റെ സ്നേഹിതന്മാരോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കയില്ല. നിങ്ങൾ നിങ്ങളുടെ യാഗവസ്തുക്കളുമായിട്ട് ഇയ്യോബിൻ്റെ അടുക്കൽ ചെല്ലും. ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കട്ടെ. ഞാൻ അവൻ്റെ മുഖത്തെ പ്രസാദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം. ഹല്ലേലൂയ. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ള വചനത്തിൽ പറയുകയാണ്. ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയോട് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ആവശ്യപ്പെടുന്നു. പരസ്പരമുള്ളതായിരിക്കുന്ന പ്രാർത്ഥന അത് വലിയ ബലം ചെയ്യുന്നതാണ്. പ്രസംഗകരുടെ മധ്യസ്ഥയായിട്ട് കത്തോലിക്ക സഭ പരിഗണിക്കുന്നത് കൊച്ചു ത്രേസ്യ പുണ്യവതിയാണ്. ഈ കൊച്ചു ത്രേസ്യ പുണ്യവതി ഒരു പ്രസംഗകയായിരുന്നില്ല, വചനപ്രഘോഷകയായിരുന്നില്ല. പിന്നെ എന്താണ് അവരെ പ്രഘോഷകരുടെ മധ്യസ്ഥയായിട്ട് സഭ അംഗീകരിക്കുന്നത്? ഒരു കാരണം, അവരൊരു ചെറിയ കോൺവെന്റിൽ ജീവിക്കുന്നതായ സമയത്ത് അവിടെ എല്ലാ മാസവും ഒരു മാസിക, ഈ പത്രം വരും. സഭയുടെ കാര്യങ്ങളും പിതാക്കന്മാരുടെ എഴുത്തുകളെല്ലാം ഉള്ളതായിരിക്കുന്ന പത്രം. ആ പത്രത്തിൽ ഒരു പ്രാവശ്യം ജയിലിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പട്ടക്കാരൻ ജയിലിലുള്ളതായിരിക്കുന്ന തൻ്റെ അനുഭവങ്ങൾ എഴുതുന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം ഈ പത്രം വന്നപ്പോൾ ഈ കൊച്ചു ത്രേസ്യ അത് വായിച്ചതായ സമയത്ത് അച്ഛൻ എഴുതിയിരിക്കുകയാണ്, ഒരു മനുഷ്യൻ, അദ്ദേഹം കൊലപാതകയാണ്, അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ ഓരോ സെല്ല് വഴിയായിട്ടും ഓരോ ബെഡ് വഴിയായിട്ടും ഇതിന് പോയി വചനം പറയും. പക്ഷെ ഇയാളുടെ സെല്ലിനടുത്തേക്ക് അച്ഛൻ വരുമ്പോഴേക്കും ഇയാൾ വല്ലാത്ത പ്രശ്നമുണ്ടാക്കുകയും അവിടെ ഈ തറയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരിക്കുമല്ലോ, അത് ചരല് വാരി എറിയുകയും ഒക്കെ ചെയ്യും. ഒരു ദിവസം അദ്ദേഹം ഒരു സങ്കീർത്തനങ്ങളുടെ മാത്രം ഉൾപ്പെടുന്നതായ കൊച്ചു പുസ്തകം, 150 സങ്കീർത്തനങ്ങളുള്ള ഒരു പുസ്തകം ഇയാളുടെ സെല്ലിലേക്ക് അഴികൾക്കുള്ളിലൂടെ ഇടാനിടയായി. ഇയാളിത് കിട്ടിയ പാടെ മൊത്തം വലിച്ചു കയറി. എപ്പോഴോ ഒരു സമയത്ത് ഇയാൾ ഇത് വായിക്കാനിടയായി. അപ്പോൾ വലിച്ചു കീറി കളഞ്ഞു എന്ന് വരെയുള്ളതായ കാര്യമാണ് അച്ഛൻ്റെ ആ ജയിൽ സന്ദർശനത്തിൻ്റെ കുറിപ്പിൽ കൊച്ചു ത്രേസ്യ വായിക്കുന്നത്. അപ്പോൾ ഒരു വിധത്തിലൊരു പട്ടക്കാരനെ സഹിക്കാൻ വയ്യാതെ മരണത്തിൻ്റെ അടുക്കലെത്തിയിട്ടും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചു ത്രേസ്യ ആ മനുഷ്യന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അനേക ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിച്ചു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തോട് ഈ മനുഷ്യന് മനസ്സാന്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ടിപ്പായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, 1-2 മാസങ്ങളിലേക്ക് അച്ഛൻ്റെ കുറിപ്പുകളിൽ ഈ മനുഷ്യനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും അച്ഛൻ ഈ മനുഷ്യനെ കുറിച്ച് എഴുതുകയാണ്. അപ്പോഴാണ് ഇയാൾ കീഴിപ്പറിഞ്ഞ് ഇട്ടിരുന്നതായ ആ താളുകളിൽ നിന്ന് എപ്പോഴും ആ മനുഷ്യൻ്റെ അടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആകെ 23-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇയാൾക്ക് വായിക്കാൻ കിട്ടിയത്. മരണത്തിൻ്റെ നിഴൽ വീശിയതായ താഴ്വരയിൽ കൂടി നടക്കുമ്പോഴും
ഞാൻ അർത്ഥവും ഭയപ്പെടുകയില്ല എന്നുള്ളതായ വചനഭാഗമാണ് ഇയാൾ വായിച്ചു. അപ്പോൾ ഇയാളുടെ എന്തോ ഇയാളുടെ ഹൃദയത്തിൽ അത് സ്പർശിച്ചു. ഇയാൾ അടുത്ത ആഴ്ച അച്ഛൻ വരാൻ കാത്തിരിക്കുകയാണ്. അച്ഛൻ അടുക്കൽ വന്നു കഴിഞ്ഞ് ഇപ്പോഴേ ഈ കടലാസ് കാട്ടിട്ട് നിങ്ങൾ പറഞ്ഞു, ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? കാരണം അയാൾ കടന്നു പോകുന്നത് ഇപ്പോൾ മരണത്തിന് താഴ്വരയിൽ കൂടിയാണ്. അയാളുടെ വധശിക്ഷ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മരണത്തെയാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനതിനെ വിശദീകരിച്ചു കൊടുത്തു. അച്ഛൻ അവനോട് വചനം പറഞ്ഞു. അവൻ അച്ഛൻ്റെ അടുക്കൽ ഉപസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അച്ഛനവന് വിശുദ്ധ കുർബാന കൊടുത്തു. അവനിൽ മാറ്റം എല്ലാവരും ശ്രദ്ധിച്ചു. അവൻ്റെ വധശിക്ഷയുടെ സമയമായി. ആ സമയത്ത് അവരുടെ അന്ത്യാഭിലാഷം ചോദിക്കുന്നതായ പതിവുണ്ടല്ലോ. ഇവൻ ജയിലറോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മരണത്തിൻ്റെ സമയത്ത് ആ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാക്കണം. വിധിക്കപ്പെട്ടതായിരിക്കുന്ന സമയത്ത് നേരം പുലരുന്നതിന് മുമ്പേ അച്ഛൻ അവിടെ എത്തിച്ചേർന്നു. അവൻ ഒരിക്കൽ കൂടെ അച്ഛൻ്റെ അടുക്കൽ കുമ്പസാരിച്ചു. അവൻ നല്ല വസ്ത്രം ധരിച്ച് അധികാരികളോടൊപ്പം ശാന്തമായി നടന്നു. അച്ഛനും അവന് പിന്നാലെ നടന്നു. അവരുടെ നല്ല പ്രശാന്തതയോടെ ആ വധശിക്ഷ സ്വീകരിച്ചു. ഇതാണ് പിന്നീടുള്ളതായ ലക്കത്തിൽ എഴുതിയിരുന്നത്. അപ്പോഴേ ഇത് കണ്ടപ്പോഴേ ഈ കാര്യങ്ങൾ അറിയാവുന്നതായ മഠത്തിൻ്റെ അധികാരികൾ സഭയെ കാര്യം അറിയിക്കുകയും കൊച്ചി ദേവസായുടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ജാഗരണത്തോടും വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടിയുള്ളതായിരിക്കുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈ മനുഷ്യനെ ഇത്തരത്തിലുള്ളതായൊരു മനസ്സാന്തരത്തിലേക്ക് നയിച്ചത് എന്ന് സഭ മനസ്സിലാക്കുകയും പുണ്യവതിയെ പ്രസംഗകരുടെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഞാനിത് ഓർപ്പിക്കാൻ കാരണം, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരുവൻ മറ്റൊരു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭാരം അതുപോലെ തന്നെ നമ്മുടെ ഭാരമാക്കി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെയും അനുഗ്രഹിക്കുന്നു. ആർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അവരെയും അനുഗ്രഹിക്കുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുകയാണ്, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. സ്നേഹിതന്മാരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി ദൈവം അവരിൽ പ്രസാദിച്ചു. അതൊപ്പം തന്നെ പ്രാർത്ഥിച്ചവനായിരിക്കുന്ന, യാഗം അർപ്പിച്ചവനായിരിക്കുന്ന, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തവനായിരിക്കുന്ന യോബിൻ്റെ സ്ഥിതിക്കും ദൈവം മാറ്റം വരുത്തിയെന്ന് കാണുന്നു. വാത്സല്യ സഹോദരികളെ, ഞാൻ യാക്കോബായ സഭയിലെ അച്ഛനാണ്, വികാരി അച്ഛനാണ്. ഞാനിങ്ങനെ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്ന ഒരു താല്പര്യമുള്ള ഒരാളാണ്. യാദൃശ്യമായിട്ട് ഫേസ്ബുക്കിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കണ്ടപ്പോഴേ വലിയ ഒരാഗ്രഹം. അതിനിടയ്ക്ക് 1-2 പ്രോഗ്രാം വന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് വന്ന് സംബന്ധിക്കാനിടയായി. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ബ്രദറിനോടും കൂട്ട വിശ്വാസികളോടും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒറ്റമറ്റം പള്ളിയിലെ അച്ഛനെ തന്നെ മാലാഖ പറഞ്ഞുവിട്ട് ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. വർഷാവസാനം ഇതൊരു ആശീർവാദം കൂടെ എല്ലാവർക്കും. വർഷാവസാനം ഒരു വൈദികൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു തിരുവെഴുത്താണ്. അതുകൊണ്ട് തമ്പുരാനായാലും നന്ദി പറയുന്നു. അച്ഛൻ്റെ ഏറ്റവും വാത്സല്യവും ഏറ്റവും ഹൃദ്യവും ഏറ്റവും ലളിതമായ രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നൽകിയ ആ സന്ദേശത്തിനും പ്രത്യേകം നന്ദി. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ മനോഹരമായിട്ട് അച്ഛൻ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിച്ചു. ഒരു നിമിഷം നമുക്ക് കാര്യങ്ങളൊന്ന് നീട്ടി അച്ഛന് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പുരോഹിതൻ അതിനകത്ത് ജ്ഞാനം സൂക്ഷിക്കണം, ജനപ്രബോധനം നേടി അവരെ സമീപിക്കണം. മലാഖി പ്രവചനം ദൈവമേ, നിന്റെ അഭിഷിക്തനായ ഈ വൈദികന്റെ എല്ലാ ഉദ്യമങ്ങളെയും ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇടവകാശ ശുശ്രൂഷകളിലും ഭവനങ്ങളിലും ഒത്തിരി ആളുകൾ അച്ഛൻ്റെ അടുക്കലും പ്രാർത്ഥിക്കാനായിട്ടും അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ശുശ്രൂഷകളിലും പോകുമ്പോഴെല്ലാം കരം നീട്ടുമ്പോഴും കരം കൊപ്പുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ തേജസ് ഒഴുകട്ടെ കർത്താവേ. അനേകർക്ക് മനസാന്തരം ആ ശുശ്രൂഷയിലൂടെ കിട്ടട്ടെ. ആയുസിന് ബലവും ആരോഗ്യശക്തിയും അച്ഛനെ ഈ സഭയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിലും സഭയ്ക്ക് നൽകിയ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. അച്ഛൻ്റെ ജീവിതവും ശുശ്രൂഷ മേഖലകളും കുടുംബാംഗങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇടവകയെ അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികർക്ക് വേണ്ടി ഞങ്ങൾ ഇതോടൊപ്പം പ്രാർത്ഥിക്കുന്നു. പ്രശാന്തത്തിന് വേണ്ടി,